നേരെ തന്നെ കേട്ടില്ല. ഇവിടെ വെള്ളോട് ബേർഡ് സാങ്ച്വറി വന്നാണ് അഭിരാമി ബേർഡിനെ കാണാൻ നിൽക്കുന്നു. ഡാഡിക്കൂൾ അവിടെയുണ്ട്. അക്ബർ വീണ്ടും ഫോട്ടോ എടുത്തു. സ്റ്റാറ്റസ് ഇടാനാണോ മോനെ? ബാ. പിന്നെ വീട്ടിൽ പോയി ഇരിക്കുമ്പോൾ ഞാൻ കാണാനാ. വില വിവരപ്പട്ടിക ഇവിടെ ഉണ്ട്. അക്ബർ പോയി എടുക്കും മോനെ. നീനക്കല്ലേ ഇതിനകത്ത് തമിഴ് അറിയാവുന്നേ? Received Paytm payment of 140 rupees. വണ്ടിക്ക് എത്ര? ഐസ്ക്രീം. അപ്പൊ പിന്നെ അന്ന് വെള്ളം ഉണ്ടോ ചോദിക്കുക. ഇതെല്ലാം ക്രീമുള്ള സാധനം അവിടെ. എത്ര ചോദിച്ചേ? ഡാഡിക്ക് വേണോ? അപ്പോൾ നമുക്ക് ഇത് തരുമോ? ഇങ്ങോട്ട് കൊണ്ടുവന്നോ? ഇവിടെ പടം വരച്ച് വെച്ചേക്കുന്ന അല്ലാതെ ഇതിനകത്ത് ആക്ച്വലി കിളികളൊന്നും ഇല്ല. പക്ഷേ ഇത് സാങ്ച്വറി അല്ലേ, ഇവരുടെ തനതായ കൂടുകളും ഇതൊക്കെയാണ്, അല്ലാതെ കൂട്ടിനകത്ത് പിടിച്ചിട്ട കിളികളല്ല. സാങ്ച്വറി അങ്ങനെയല്ല. അതല്ലേ ഞാനിപ്പോൾ പറഞ്ഞത് മലയാളത്തിൽ. നിങ്ങൾ പറഞ്ഞത് സാങ്ച്വറി അല്ല, ഇത് ഇതൊക്കെ എന്തിനാണ്? ഇനി അങ്ങോട്ട് വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഭയങ്കര കാറ്റാണ്. ഞാൻ പറയുന്ന ഒന്നും ആ വീഡിയോക്കകത്ത് കിട്ടുന്നതുമില്ല. വീഡിയോ ഉണ്ട്, പക്ഷെ ഞാൻ പറയുന്നതൊന്നും ആ വീഡിയോക്കകത്ത് വോയിസ് റെക്കോർഡാവുന്നില്ല. കാറ്റിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. ഇതുവരെ സാങ്ച്വറിയെക്കുറിച്ചുള്ള ഡൗട്ട്സുകളായിരുന്നു. സാങ്ച്വറി ഒരിക്കലും സൂ പോലെയല്ല. അത് ബേർഡ്സിന് അവർ മൈഗ്രേറ്റ് ചെയ്യത്തില്ലേ, അത് സ്പെഷ്യലി അവരുടെ ഒരു ബ്രീഡിങ് സീസണൊക്കെ ആകുമ്പോഴായിരിക്കും അവർ സ്പെഷ്യലി അത് മൈഗ്രേറ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോവുക, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് നമുക്കിവിടെ അങ്ങനെ ഒത്തിരി ബേർഡ്സുകളെ ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. അതല്ലെങ്കിൽ ആ ഒരു സീസൺ സമയത്ത് വേണം നമ്മളിവിടെ വരാൻ. കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്. കൊടുങ്കാറ്റാണോ എന്ന് പോലും അറിയത്തില്ല. നമ്മളെയൊക്കെ പറത്തിക്കൊണ്ട് പോകുന്ന അത്രയും കാറ്റുണ്ട്. അതായത് ഇപ്പോൾ ഒരു മഴക്കോളുണ്ട്, മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഡാഡി ഇവിടെ വന്നിട്ട് ഞങ്ങളെ ഓരോ കിളികളെയും കണ്ടുപിടിച്ച് തരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നിങ്ങനെ നോക്കുമ്പം ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ കിളി ദേ അവിടെ ഇരിക്കുന്ന കാണാൻ പറ്റും. കണ്ടോ? നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒത്തിരി എക്സ്പെക്റ്റ് ചെയ്യരുത്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സീസണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ബേർഡ്സിനെ കാണാൻ പറ്റും. ഇപ്പോൾ ഉള്ളതിനെയൊക്കെ കണ്ട് സംതൃപ്തി അടഞ്ഞ് കാഴ്ചകളും കണ്ട് പോവുക, അതാണ് നമ്മുടെ പ്രധാന ഇതെന്ന് പറയുന്നത്. കാറ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കേട്ടല്ലോ, ഇതാ അവസ്ഥ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലെയുണ്ട്. പക്ഷേ അതിപ്പം ഓപ്പൺ ഒന്നും അല്ല, അതിങ്ങനെ പൊളിഞ്ഞൊക്കെ കിടക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. പിന്നെ അങ്ങോട്ട് പോകുമ്പം ഭയങ്കര കാറ്റ്, അതായത് മഴക്കോളുണ്ടേ. അപ്പോൾ ആ മഴക്കോളിൻ്റെ ആയിരിക്കും, കാറ്റും നല്ലതായിട്ടുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ കുറച്ച് അങ്ങോട്ട് വന്നിട്ട് കുറച്ച് ഒരു എന്താ പറയുന്നത്, എന്താ എഴുതി വെച്ചേക്കുന്നത്, എന്താ ഡാറ്റ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അപ്പം അവിടെ ഇങ്ങനെ കുറച്ചുകൂടെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലാനുണ്ട് ഒരു വഴിയുണ്ട്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോകും. ഈ ഫ്രൂട്ടിയുടെ കുപ്പിയും കൊണ്ട് പോകുന്നതാണ് ഡാഡിയുടെ മാലാകളുടെ ചിറകിലേക്ക് നടന്നു. അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ബട്ടർഫ്ലൈയുടെ ചിറക് പണിഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പം പുറവശത്ത് ആകാശം ആയതുകൊണ്ടേ ആ ആകാശമായിരിക്കും കാണുന്നത്. നമ്മുടെ മുഖത്തേക്ക് നല്ല വെട്ടം കിട്ടില്ല. അതിന് എന്ത് ഐഡിയയിലാണ് അങ്ങനെ ഉണ്ടാക്കി വെച്ചതെന്ന് അറിയത്തില്ല. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്തത് നല്ലതായിരിക്കും. അപ്പം ഡാഡിക്കുള്ള അവിടെ നിന്ന് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്നുണ്ട്. അബ്രാമി ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്രു ഇപ്പുറത്തിരുന്ന് അതൊക്കെ നോക്കുന്നുണ്ട്. കാരണം നല്ലതായിരുന്നു. പക്ഷേ അത് ഇപ്പുറത്തെ സൈഡിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നേനെ. പിന്നെ നമ്മൾ വേ ഓഫ് ക്യാമറയിൽ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നല്ല ഫോണുകളിലൊക്കെ എടുക്കുമ്പോൾ നല്ലതായിരിക്കും. എൻ്റെ ഫോൺ അങ്ങനെയല്ല, എൻ്റെ ഫോൺ എപ്പോഴും ഇരുട്ടായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലൊരു കുഞ്ഞു കിളി, താറാൻ കുഞ്ഞു പോലെ ഒരു കിളി ദേ വെള്ളത്തിൽ
ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ കാറ്റിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ്. ഇത് ഈ ഒറിജിനൽ സൗണ്ട് ഇടാൻ പറ്റത്തില്ല, അത്രയ്ക്ക് സൗണ്ടാണ്. പിന്നെ നമ്മൾ ഓൾറെഡി നമുക്ക് അവിടെ നിന്ന് പോകാൻ, കാരണം മഴ ചാറി തുടങ്ങി. അപ്പോൾ സൈഡിലാണെങ്കിൽ ഒരു ഒട്ടകപ്പക്ഷിയാണോ അല്ല, ഏതോ ഒരു കിളി മുട്ടയിട്ട് അതിൻ്റെ ഇത് വിരിഞ്ഞിറങ്ങിയതിൻ്റെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒട്ടകപ്പക്ഷിയാണോ ചുള്ളിയാണോ താഴെ അടുക്കിടയ്ക്ക് വെച്ചേക്കുന്നത്? താഴെ നോക്കി കൂടെ മുട്ട പൊട്ടി ചാടി അതിനെ കെട്ടിട്ടേക്കണോ കയറ് വെച്ച് പറക്കാതിരിക്കാൻ. ഭയങ്കര എത്തിക്സ് ഉള്ള ബട്ടർഫ്ലൈനെ പോലെ സ്ട്രെയിറ്റ് ഒരു ആയിട്ട് കോളേജിലെ പ്രൊഫസറിന്റെ ലുക്കുണ്ട്. എന്നാ കാര്യം നിനക്ക്? ഇനിയുള്ള 2 പേരുണ്ട്, അവർ കുപ്പി ഇടുവോ ഇല്ലയോ നമുക്ക് നോക്കാം. അവിടെ നിന്ന് ഇറങ്ങി പുറത്ത് വന്നപ്പം കണ്ടതാണേ, ഈ വെള്ളോട് ഈ ബേർഡ് സാഞ്ചുറി എന്ന് എഴുതിയിരിക്കുന്ന ബോർഡിൻ്റെ തൊട്ട് താഴെ ഒരു കോഴിക്കുഞ്ഞിരുന്ന് ചെക്ക ചെരിഞ്ഞുകൊണ്ടിരിക്കുക. അകത്താണെങ്കിൽ കിളികളൊന്നുമേ ഇല്ല, പുറത്ത് കിളികളുണ്ട്.